എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നൊരു സംഭവമാണ്. ചേർത്തലയിൽ ഒരു നവജാത ശിശുവിനെ അമ്മയുടെ കാമുകൻ കൊന്നു കുഴിച്ചു മൂടിയിട്ടിരിക്കുന്ന ഒരു അതിദാരുണമായൊരു ന്യൂസാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത്. ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ, അവർ 9 മാസം ചുമന്ന് പ്രസവിച്ചൊരു കുഞ്ഞാണത്. ആ കുഞ്ഞിനെ ആൺസുഹൃത്തിൻ്റെ കരത്തിലേക്ക് കൈമാറി. ആൺസുഹൃത്തല്ല, അവരുടെ അവിഹിത കാമുകൻ അവൻ്റെ കരത്തിലേക്ക് കൈമാറി. അവൻ എന്ത് ചെയ്തു? ഒരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ആ പിഞ്ചു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് അതിനെ അവൻ അവിടെ കുഴിച്ചു മൂടി. അത് കഴിഞ്ഞ് അവിടുന്ന് തോണ്ടിയെടുത്ത് ആ മൃതദേഹം വേറെ സ്ഥലത്തോട്ട് മാറ്റാനുള്ള പുറപ്പാടിൽ നിൽക്കുന്ന സമയത്താണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ സ്ത്രീകളെയൊക്കെ എന്താ പറയണ്ടേ? ഈ സ്ത്രീയുടെ ഫോട്ടോ കണ്ടാൽ അറിയാം, ആ സ്ത്രീ ഒരു അത്യാവശ്യം ഒരു മധ്യവയസ്കയായ സ്ത്രീയാണെന്ന് വെച്ചാൽ ഇച്ചിരി പ്രായമുള്ള സ്ത്രീയാണ്. ഈ പ്രായമായിട്ടും ഈ സ്ത്രീയുടെ ഒന്നും സൂക്കേട് തീർന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. വേറെ അവർക്ക് 2 മക്കളുണ്ട് എന്ന് പറയുന്നു, ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടാണ് ഈ സ്ത്രീ ഈ ഒരു ആൺസുഹൃത്തിൻ്റെ കൂട്ടത്തിൽ പോയത്. ആൺസുഹൃത്തിന് അവരുടെ സൂക്കേട് തീർക്കാൻ ഒരു ആൺസുഹൃത്തിൻ്റെ കൂട്ടത്തിൽ പോയത് പോട്ടെ, എന്നാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാമായിരുന്നു. ഇനി അത് എടുത്തില്ല, പോട്ടെ. ആ അമ്മ ഗർഭിണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ത്രീക്ക് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ എന്തോരം സ്ഥലങ്ങളുണ്ട്. ഗവൺമെൻറ് അമ്മത്തൊട്ടിലുകൾ തൊട്ട് എന്തോരം അനാഥ മന്ദിരങ്ങൾ വരെയുണ്ട്. അവിടെ എവിടെയെങ്കിലും ഈ കുഞ്ഞിനെ അവർക്ക് ഏൽപ്പിക്കാമായിരുന്നു. അവർ പൊന്നുപോലെ ആ കുഞ്ഞിനെ നോക്കുമായിരുന്നു. എന്നാൽ ഈ സ്ത്രീ അങ്ങനെ ചെയ്യാതെ ആൺസുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നാൽ ആ പൊട്ടനെങ്കിലും ഒരിത്തിരി മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ കുഞ്ഞിനെ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുമായിരുന്നു. അവരെ സുരക്ഷിതമായി ആ കുഞ്ഞിനെ വളർത്തുമായിരുന്നു. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഇവർ ആ കുഞ്ഞിനെ, ഒരു പിഞ്ചു കുഞ്ഞിനെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുവാൻ തോന്നുന്നത്? നമ്മൾക്കൊക്കെ അറിയാം, കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ വഴിയെ കൂടെ നടക്കുന്ന ഏത് കുഞ്ഞുങ്ങളാകട്ടെ, ഇങ്ങനെ റോഡ് സൈഡിലിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും നമ്മൾക്കൊക്കെ അതുങ്ങളോടൊരു അലിവ് തോന്നും, അതുങ്ങളോടൊരു ഒരു വാത്സല്യം തോന്നും. എന്നാൽ ഇങ്ങനെയൊന്നും തോന്നാത്തൊരു മൃഗമായിട്ട് ഈ മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്? കാമകം പോട്ടെ, അവൻ ആ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചവനാന്ന് വെക്കാം. എന്നാൽ ഈ പെറ്റ വയറിന്, ഈ തള്ളയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലേ? എത്രയോ കാര്യങ്ങളിങ്ങനെ നമ്മൾ കേൾക്കുന്നു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ അവിഹിതമായി ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് അതുങ്ങളാണ് വില കൊടുക്കുന്നത്. ഒന്നും ചെയ്യാൻ, തിരിച്ചൊന്നും പ്രതികരിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ. അതുങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുങ്ങളെ അവർ ഉപദ്രവിക്കുന്നത്. ഇനി തിരിച്ചതുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമായിരുന്നെങ്കിൽ ആരും, എന്താ പറയുക, തിരിച്ചു കിട്ടുമെന്നുണ്ടെങ്കിൽ ആരും ഒന്നും ചെയ്യത്തില്ല. ഇതുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുങ്ങൾക്ക് കൈയും കാലിട്ട് അനക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിൽ അതുങ്ങളെ ഇങ്ങനെ ആക്കിക്കളയും. എന്തൊരു കഷ്ടമാണിത്. ഇതുപോലെ തന്നെയാണ് കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവിഹിതത്തിനുണ്ട്. ഇപ്പോൾ എത്ര ന്യൂസുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലുന്നത്, കുഞ്ഞിനെ എന്താ പറയുക, പ്ലാസ്റ്റിക് കൂടിനകത്ത് ഞെക്കിയിട്ട് കൊല്ലുന്നത്, അങ്ങനെ എത്ര കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. കാമുകനും കാമുകയും കൂടെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടു, ഒരുത്തി അവളുമായിട്ട് കല്യാണം ഉറപ്പിച്ചവനാൽ ഗർഭിണിയായിട്ട് പോലും അവൾ എന്ത് ചെയ്തു? ആ കൊച്ചിനെ കൊല്ലാൻ ഇവർ കാമുകനും കാമുകയും കൂടി ആ കൊച്ചിനെ കൊന്നു. അപ്പോൾ അതിനകത്തെ കാര്യം പറയുന്നത്, എന്നിട്ട് അവളെ കുറേ പേര് ന്യായീകരിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കാര്യം എന്തായിരുന്നു? അവൾക്കും അവനും കൂടെ കാനഡയ്ക്ക് പോകണം. അതിന് ഈ കുഞ്ഞൊരു തടസ്സമാകും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ അവർ കൊന്നിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ അല്ലേ? ഈ ലോകത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത്? ഈ മനുഷ്യന്മാരുടെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത്? യാതൊരു മനസാക്ഷിയും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സുഖത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ പോയിക്കോട്ടെ. പക്ഷേ ആ കുഞ്ഞുങ്ങൾ എന്ത് വിളിച്ചു? അതുങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? അവരെ കൊല്ലേണ്ട കാര്യമുണ്ടോ? എന്നാൽ അവരെ സ്വീകരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അവരെ സ്വീകരിക്കുന്നവരുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ദമ്പതിമാരുണ്ട്. ഇനി അവർക്കൊക്കെ കൊടുക്കാനുള്ള നിയമ തടസ്സങ്ങളുണ്ട്. എന്നാൽ അമ്മത്തൊട്ടിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവളുമാർക്ക് ഉപേക്ഷിക്കാൻ പാടില്ലേ? ആ കുഞ്ഞുങ്ങളെ അവരെങ്കിലും നോക്കിക്കൊള്ളേ, അകലെയെങ്കിലും അതുങ്ങൾ ജീവനോടെ ഇരുന്നോളുമല്ലോ. എന്തിനാണ് ഇങ്ങനത്തെ ക്രൂരത ഈ സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാൻ നമ്മൾക്ക് അതാണ് മനസ്സിലാകാത്തത്. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുവാൻ കഴിയുന്നത്? 10 മാസം ചുമന്ന കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് തോന്നുന്നത്? ഇനിയെങ്കിലും ഈ സ്ത്രീകളും ഇങ്ങനെയുള്ള പുരുഷന്മാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ അതിന് മുൻപേയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക. ഇനി അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ, അതിനുള്ള വിവരവും അതിനുള്ള സാവകാശവും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, കുഞ്ഞായി കഴിഞ്ഞിട്ട് അതുങ്ങളെ സ്വീകരിക്കാൻ അമ്മത്തൊട്ടിലുകളോ അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ജീവനോടെ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ചുകൂടെ? അവർ ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളും. അങ്ങനെ ചെയ്യാനുള്ളൊരു മനസാക്ഷിയെങ്കിലും നിങ്ങൾ കാണിക്കുക. നിങ്ങളുടെ സുഖത്തിന് വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിനെ ബലിയാടാക്കരുത്. ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്ത് നിങ്ങളിങ്ങനെ അമ്മാനമാടരുത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ അദ്ദേഹം, അയാൾ ആ കുഞ്ഞിനെ, ആ ക്രിമിനൽ ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊണ്ടുവന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ, ഉണ്ടായ പാടെയുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ആശാ വർക്കർ അന്വേഷിച്ച് ചെന്നതുകൊണ്ട് കണ്ടെത്തി. ചേർത്തലയിൽ നടന്ന സംഭവം പറയണേ.
ആശാ വർക്കർ അവിടെ ഒരു കുഞ്ഞുണ്ടായി എന്നറിഞ്ഞ് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇവൾ പല പല കുഞ്ഞിനെ നോക്കാൻ ത്രാണിയില്ലെങ്കിൽ എന്തിനാണോ ഉണ്ടാക്കുന്നത്, അതിനുള്ള മുൻകരുതൽ എടുത്തുകൂടെ? കുഞ്ഞുങ്ങളെ നോക്കാൻ ത്രാണിയില്ലാത്തവർ, കുഞ്ഞുങ്ങളെ നോക്കാൻ എന്താ പറയുക, പിന്നെ സാമ്പത്തികമായിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? എന്തിനാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്? അത് ഇല്ലാതാക്കാനുള്ള, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ എടുക്കാൻ ഇതിന് മാത്രം പൈസയൊന്നുമില്ലല്ലോ, ആ വഴിക്ക് പോയിക്കൂടെ? എന്തിനാണ് ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യുന്നതെന്നാണ് മനസ്സിലാകാത്തത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. പണ്ടൊക്കെ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല, കുഞ്ഞുങ്ങളോടൊരു വാത്സല്യം ഉണ്ടാകുമെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് നേരെയാണ് എല്ലാവരുടെയും ലൈംഗികദാഹം തീർക്കുന്നതും കുഞ്ഞുങ്ങളുടെ മേത്ത്. ഇനി ഞരമ്പ് രോഗികൾ അവരുടെ ഞരമ്പ് രോഗം തീർക്കുന്നതും കുഞ്ഞുങ്ങളുടെ മേത്ത്. ഇതുപോലെയുള്ളവളുമാർ കാട്ടിക്കൂട്ടുന്ന എന്താ പറയുക, കാമക്കൂത്തിന് പേക്കൂത്തിന് ബലിയാടാകുന്നതും കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം. ഇങ്ങനെയുള്ളവന്മാർക്കൊന്നും ഒരു തക്കതായ ശിക്ഷ കൊടുക്കുവാൻ നമ്മുടെ നിയമ സംവിധാനത്തിനില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവളുമാരൊക്കെ ജാമ്യത്തോട് പുറത്തു വരും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജയിലിൽ പോയി ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും മട്ടനും ചിക്കനും ഒക്കെ കൂട്ടിയടിച്ച് ചീർത്ത് ഇവർ അതിലും വലിയൊരു എന്താ പറയുക മാദക നടിമാരായിട്ട് പുറത്തോട്ട് വരും എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് സൗദിയും ദുബായും ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലുള്ള നിയമങ്ങൾ ഇവിടെ വന്നിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടത്തില്ലായിരുന്നു. എന്നാൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്തോ ദുർബലമാണ്. അതുകൊണ്ടാണ് കുറ്റവാളികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതും കുറ്റങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നതും അതിനകത്ത് ബലിയാടാകുന്നത് പാവം കുഞ്ഞുങ്ങളുമാണെന്നുള്ളത് നമ്മളൊക്കെ മറന്നു പോവുകയാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നവർക്കെതിരെ ഒരു വധശിക്ഷ കൊടുക്കുവാനുള്ള ഒരു സംവിധാനമെങ്കിലും ഇനിയുള്ള ഒരു ലോയിലെങ്കിലും അവർ എഴുതി ചേർത്തിരുന്നുവെങ്കിൽ എന്നും വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.